ബി എൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറിൽ നമ്മുടെ കൈവശമുള്ള ഒരു വെബ് ക്യാമറയുടെ ഒരു ഇൻപുട്ട്, അതായത് ആ ക്യാമറ ഒപ്പിയെടുക്കുന്ന കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒരു ആഡ് ഓൺ പോലെ ഗൂഗിൾ ക്രോമിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതെന്താണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം കാണിച്ചു തരാം. അതായത് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഏറ്റവും മുകളിൽ ഞാനിവിടെ ക്രോം ഒരു ://apps എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ്, ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇപ്പം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ലെനോവോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു 2.1 മെഗാ പിക്സലുള്ള ഒരു ക്യാമറയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ക്യാമറയിലൂടെയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യണം. ഇതിപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതേപോലെ ക്രോം ://apps എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടണമെന്നില്ല. ഇവിടെ ക്യാമറ എന്നൊന്നും കാണില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആപ്പുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണ്? ഈ ക്യാമറ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ മീറ്റ് എന്ത് ചെയ്യാണ്, കണ്ടക്ട് ചെയ്യാൻ പോകണം. ഒരു മീറ്റിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകല്ല, നമ്മൾ വേറൊരാൾ നമുക്കൊരു ഇൻവിറ്റേഷൻ അയച്ചു തന്നിട്ട് ആ മീറ്റിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കിടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 10 മണിക്കൊക്കെ ആയിരിക്കും മീറ്റിംഗ്. അപ്പോൾ ഒരു 9:45 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാമറയുടെ ഒരു ആപ്പ് അങ്ങോട്ട് തുറക്കുക. അതിനുശേഷം ഞാൻ ഓക്കെ ആണോ, അതായത് എൻ്റെ ഫേസൊക്കെ ഓക്കെ ആണോ, ഓക്കെ നല്ല ഭംഗിയായിട്ടാണോ ഞാൻ ഇരിക്കുന്നത്, അപ്പോൾ തന്നെ നമ്മളൊരു റൂം ഒക്കെ ഓക്കെ ആണോ, അതായത് ഞാൻ ഇരിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് ഒക്കെ ഓക്കെ ആണോ, അത് ക്യാമറയിലൂടെ കാണുമ്പം നല്ല ഭംഗിയുണ്ടോ, ഒക്കെ പൊസിഷനൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സാധാരണ ഈ ഒരു ചെക്കിങ് നമുക്ക് ഗൂഗിൾ മീറ്റിലും ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, അവരയച്ചു നിന്നിരിക്കുന്ന ഗൂഗിൾ മീറ്റിൻ്റെ ആ ഒരു കോഡ് ഉണ്ടല്ലോ, ഓക്കെ, ആ മീറ്റിൻ്റെ കോഡ്, ഓക്കെ, അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ജോയിൻ അടിക്കുന്നു. അതിനുശേഷം എന്താ വരിക, നമുക്ക് ക്യാമറയൊക്കെ ഓൺ ആയിട്ടുള്ള ഒരു സ്ക്രീനായിരിക്കും വരുന്നത് അല്ലേ. ഗൂഗിൾ മീറ്റൊക്കെ പരിചയമുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അവിടെയും നമുക്ക് ക്യാമറയൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാൻ പറ്റും. ഒക്കെ ഓക്കെ ആയതിനു ശേഷം, ഓഡിയോ ഒക്കെ ഓക്കെ ആണതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആസ്ക് ടു ജോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെയും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് പകരമുള്ള മറ്റൊരു സൊല്യൂഷൻ, ഒരു ആൾട്ടർനേറ്റ് സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. അതായത് ഗൂഗിൾ ക്രോമിനകത്ത് തന്നെ നമുക്ക് ക്യാമറയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഗൂഗിൾ ക്രോം എന്ത് ചെയ്യണം, ഒന്ന് അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഓക്കെ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ ചിലപ്പം ഗൂഗിൾ ക്രോം പഴയ ഏതെങ്കിലും വേർഷൻസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ 36 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ഒരു 90 എബോവ് ഉള്ള ഏതെങ്കിലും വേർഷൻ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അതാണ്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഹെൽപ്പ് എടുക്കുക. അതിനുശേഷം എബൌട്ട് ഗൂഗിൾ ക്രോം എടുക്കുക. ഓക്കെ, നെറ്റ് കണക്ട് ചെയ്യണം കേട്ടോ. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ പരിപാടി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കും കണ്ടോ, ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്ന് കാണിക്കും. ഓക്കെ, അവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് കണ്ടോ, ഗൂഗിൾ ക്രോം ഈസ് അപ് ടു ഡേറ്റ്. അതായത് എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് വന്നിരിക്കുന്നത്. ഏതാണ് വേർഷൻ 93.0.4577.63 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഓക്കെയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഗൂഗിൾ ക്രോം തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് ഈ പരിപാടി നമ്മൾ ചെയ്യേണ്ടത്, ക്യാമറ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്യാമറ എന്ന് പറയുന്ന ആപ്പിന് മറ്റു ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമുക്കിത് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം, ഓക്കെ, ഇത് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേസ് കാണിച്ചും കൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്ലാസ്സൊക്കെ റെക്കോർഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് നമുക്ക്, അപ്പോൾ എനിക്ക് എൻ്റെ ഫേസ് തന്നെ കാണിച്ചും കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ക്യാമറയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിനകത്ത് റെക്കോർഡിങ് സാധ്യമാകും. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാനിത് ക്ലോസ് ചെയ്യണേ. ഓക്കെ,
ഇനി ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ വിൻഡോസ് 7 അല്ലെങ്കിൽ വിൻഡോസ് 10 വിൻഡോസ് 8.1 അല്ലെങ്കിൽ വിൻഡോസ് 11 എന്നുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ വിൻഡോസ് 10 എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിൽ തന്നെ ഈ ക്യാമറയുടെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ നമ്മൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ വിൻഡോസ് 7 യൂസർ ആണെങ്കിൽ ചിലപ്പോൾ വിൻഡോസ് 7-നകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാമറയുടെ ആപ്പ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. വിൻഡോസ് 10-ലൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോമിനകത്ത് ഞാനിപ്പോൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വിൻഡോസ് 7 ആണോ വിൻഡോസ് 10 ആണോ ഇതൊക്കെ എങ്ങനെയാണ് അറിയാം? ഓക്കെ, ഇതിനെപ്പറ്റി നല്ല പരിചയമുള്ള ആളുകൾക്കൊക്കെ വേഗം അറിയാൻ പറ്റും, കുറച്ച് ഉപയോഗിച്ചുള്ള ആളുകൾക്ക്. പക്ഷേ കമ്പ്യൂട്ടറിന് അത്ര ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് ഞാനിപ്പോൾ വിൻഡോസ് 7 ആണോ വിൻഡോസ് 10 ആണോ വിൻഡോസ് 11 യൂസർ ആണോ എന്നൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അത് ഇത്രേ ചെയ്യാനുള്ളൂ. കീബോർഡിൽ വിൻഡോ കീയും 6 അമർത്തുക. അതിനുശേഷം ഇവിടെ വിൻവർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. വിൻവർ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, എൻ്റെ കമ്പ്യൂട്ടറിലുള്ളത് വിൻഡോസ് 10 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരിക ചിലപ്പോൾ വിൻഡോസ് 7 എന്നായിരിക്കും, ചിലപ്പോൾ വിൻഡോസ് 8 എന്നായിരിക്കും വരിക, അല്ലെങ്കിൽ വിൻഡോസ് 11 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ വിൻഡോസ് 10 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, എൻ്റെ കമ്പ്യൂട്ടറിൽ വിൻഡോസ് 10 ആണ്. ഇതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? കണ്ടോ, ടൈപ്പ് ഹിയർ ടു സെർച്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ക്യാമറ എന്ന് ടൈപ്പ് ചെയ്തു, ക്യാമറ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ക്യാമറ ബ്രാക്കറ്റിൽ 1 എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു ക്യാമറ എന്ന് എഴുതിയിട്ട് ഒരു ബ്ലൂ കളറിൽ കാണാം. ഓക്കെ, ഈ ബ്ലൂ കളറിലുള്ളതാണ് വിൻഡോസിൻ്റെ ക്യാമറ എന്ന് പറയുന്ന ആപ്പ്. ഇതേതാണ്? ഇത് ഗൂഗിൾ ക്രോമിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതിൽ വിൻഡോസ് ക്യാമറയുടെ ആപ്പ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാണ് വിൻഡോസ് ക്യാമറയുടെ ആപ്പ്. ഇനി ഇത് കൂടാതെ നമുക്ക് 100 കണക്കിന് ക്യാമറ ചെക്ക് ചെയ്യാനും ക്യാമറ വെച്ചിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാനുമുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. വെറുതെ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് എടുത്ത് നോക്കിയാലോ? ഞാൻ ഗൂഗിൾ ക്രോം എടുത്തിട്ട് ഏറ്റവും മുകളിൽ എന്ത് ടൈപ്പ് ചെയ്യാണ്? വെബ് ക്യാം ആപ്പ് നടിച്ചു നോക്കുക. കണ്ടോ, വെബ് ക്യാം ആപ്പ് നടിച്ചു നോക്കുക. അതിനകത്ത് തന്നെ അവിടെ നോക്കിയേ, കണ്ടോ, 20 ബെസ്റ്റ് വെബ് ക്യാം ക്യാമറ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്സ് ഫോർ വിൻഡോസ് 10 PC എന്ന് കണ്ടില്ലേ? ഇത് ക്ലിക്ക് ചെയ്ത് നോക്ക്. കണ്ടോ, താഴേക്ക് വന്ന് നോക്കിയേ, കണ്ടോ, മിനി ക്യാം, കണ്ടോ, യു ക്യാം, പാസ് ഫാബ് സ്ക്രീൻ റെക്കോർഡർ, മൊവാവി സ്ക്രീൻ റെക്കോർഡർ, ഗോ പ്ലേ, അതുപോലെ തന്നെ ഐ ഗ്ലാസസ്, മാജിക് ക്യാമറ, കണ്ടോ, എ പവർ റെക്ക്, അങ്ങനെ കണ്ടോ കുറേ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഒരു 20 ക്യാമറയുടെ ആപ്പുകൾ കാണുന്നുണ്ട്. ഓക്കെ, ലോജി ടെക് അങ്ങനെയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഒരു ക്യാമറ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ക്യാമറയുടെ സോഫ്റ്റ്വെയർ അത് ആ ബോക്സിനകത്ത് തന്നെ ഉണ്ടാവും, ഒരു CD-ക്കകത്താക്കിയിട്ട് തന്നിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ആ ക്യാമറയുടെ സെറ്റിങ്സും ആ ക്യാമറ ഒപ്പിയെടുക്കുന്ന കാര്യങ്ങൾ കാണാനൊക്കെയുള്ള സോഫ്റ്റ്വെയർ അതിനകത്ത് തന്നെ ഉണ്ടാവും. ആ CD ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നാൽ ചില സമയത്ത് CD ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ ആ കമ്പനി ഏതാണ്, അതിൻ്റെ മോഡൽ ഏതാണ്, അതൊക്കെ വെച്ചിട്ട് അവരുടെ കമ്പനി സൈറ്റിൽ പോയിട്ട് അതിൻ്റെ സപ്പോർട്ട് പേജിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്നാൽ നമ്മൾ ഒരു ക്യാമറ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ഇല്ലാതെ തന്നെ ആ ക്യാമറയുടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ആ ക്യാമറയുടെ ഇൻപുട്ട് അത് ഒപ്പിയെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഗൂഗിൾ ക്രോമിലൂടെ കാണാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ആപ്സ് എടുത്തു. ഓക്കെ, അതിനുശേഷം ഈ ക്യാമറയുടെ ഈ ആപ്പ് ഞാൻ ഒഴിവാക്കുകയാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റിമൂവ് ഫ്രം ക്രോം എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ റിമൂവ് എന്ന് അടിച്ചു. കണ്ടോ, അത് പോയി. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ നിന്നും ഈ ക്യാമറ എന്ന് പറയുന്ന ആപ്പ് ഒഴിവായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഗൂഗിൾ ക്രോം എടുത്തിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, വെബ് ക്യാം ആപ്പ് ഫോർ ഗൂഗിൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്തെടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാമല്ലോ ക്യാമറ ആപ്പ് https://chrome.google.com വെബ് സ്റ്റോർ ഡീറ്റെയിൽ ക്യാമറ എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, അതായത് നമ്മളിത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് വെബ് സ്റ്റോറിലേക്കാണ്. ഓക്കെ, ഗൂഗിളിൻ്റെ അത് ക്രോം വെബ് സ്റ്റോറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യൊന്നും വേണ്ട. ഓക്കെ, ഞാൻ നേരത്തെ സൈൻ ഇൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ സൈൻ ഔട്ട് ചെയ്താലും സൈൻ ഇൻ ചെയ്താലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഓക്കെ,
അതായത് നമ്മൾ ഇമെയിൽ അക്കൗണ്ടായിട്ട് ഇതിന് ഒരു ബന്ധമൊന്നുമില്ല. ഇത് നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാമറ എന്ന് വന്നു. അതിനുശേഷം നമ്മളിവിടെ ആഡ് ടു ക്രോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെക്കിംഗ് എന്ന് കാണിക്കും. ഓക്കെ, കുറച്ച് നേരം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ നേരെ എങ്ങോട്ട് പോകുമെന്നറിയോ? നമ്മളെ കണ്ടോ ആപ്സ് എന്ന് പറയുന്ന ഒരു ടാബിലേക്ക് പോകും. അവിടെ ക്യാമറ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ കാണാൻ പറ്റും. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് ക്ലോസ് ചെയ്യണേ. അതിൽ ഇത് എടുക്കണമെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ആദ്യം ഗൂഗിൾ ക്രോം എടുക്കുക. അതിനുശേഷം ഇവിടെ chrome://apps എന്നടിക്കണം. ഓക്കെ, അതായത് ആപ്സ് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്യാമറ എന്ന് കാണും. ഓക്കെ, ഇനി ഇതെപ്പോഴും ഇങ്ങനെ ടൈപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലും സ്റ്റാർട്ട് മെനുവിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ ക്രിയേറ്റ് ഷോർട്ട് കട്ട്സ് എന്ന് കാണാം. ഡെസ്ക്ടോപ്പും സ്റ്റാർട്ട് മെനു നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. കണ്ടത് അവിടെ കണ്ടില്ലേ ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് കട്ട് കണ്ടില്ലേ? ഓക്കെ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സുകൾ കാണിച്ചു തരാം. സെറ്റിങ്സ് പറഞ്ഞാൽ അത്ര വലിയ സംഭവം സെറ്റിങ്സ് ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. ഓക്കെ, ഇതിനകത്ത് ഒന്നാമത്തെ വരുന്നത് ഇത് ഫ്ലിപ്പ് ചെയ്യുക, അതായത് മിററിങ്. ഓക്കെ, അതിലൂടെ കാണുന്ന കാര്യങ്ങൾ നമുക്ക് മിററാക്കിയിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത വരുന്നത് ഇതിൻ്റെ ഗ്രിഡാണ്. ഗ്രിഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3x3 ഗ്രിഡ് ഇവിടെ വരും. അതൊക്കെ ഒരു ഡിജിറ്റൽ ക്യാമറ ഒക്കെ ഉപയോഗിച്ചുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഗ്രിഡ് വേണമെങ്കിൽ ഓണാക്കാം, വേണമെങ്കിൽ നമുക്ക് ഓഫാക്കി വയ്ക്കാം. അടുത്ത വരുന്ന ടൈമറാണ്. ടൈമർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 എന്ന് പറഞ്ഞിട്ട് വരും. 3 അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് 3 എന്ന്. ഓക്കെ, അപ്പോൾ ഈ 3 കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൗണ്ട് ഡൗൺ ആണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ 3, 2, 1, 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫോട്ടോ എടുക്കും. ഓക്കെ, ഇനി ഈ ക്യാമറ ആപ്പിലൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് തന്നെ ഒരു ഗാലറിക്കകത്താണ് സേവ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കത് PDF ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൺവേർട്ട് ചെയ്യാനോ അതോ അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും മറ്റു ഫോൾഡറുകളിലേക്ക് നമുക്കിത് സേവ് ചെയ്ത് വയ്ക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് നോക്കാം. അത് അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പോകുന്ന വയ്ക്കാം. 3, 2, 1 കണ്ടോ ഫോട്ടോ. ഓക്കെ, ഫോട്ടോ എവിടെ വന്നിരിക്കുന്ന നോക്കിയാൽ ഇതാ കണ്ടോ ഗാലറിയിൽ അറ്റത്ത് നമുക്ക് ഇതേപോലെ റൗണ്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഈ കൂടുതൽ ഫോട്ടോസ് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കളിക്കുന്നത് കുറച്ചുകൂടി വ്യൂ ഒന്നും കൂടി തിരിച്ച് വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇപ്പം എൻ്റെ സ്പീക്കറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് നോക്കുക. 2 ഫോട്ടോ ഉണ്ടല്ലേ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിക്ക് ചെയ്യുന്നു. അതായത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കമ്പ്യൂട്ടറിലൈസ് സേവ് ചെയ്യണമെങ്കിൽ ഇത് അവിടെ ആരോ മാർക്ക് ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമുക്ക് സേവ് ചെയ്യാം. സെലക്ട് ഫോൾഡർ എന്ന് അടിക്കാൻ പറ്റുള്ളൂ. ഇതിന് ഫയൽ നെയിം കൊടുക്കാൻ പറ്റില്ല, കാരണം ഇതിനൊരു പേര് വന്നിട്ടുണ്ടാവും. ആ പേരിലായിരിക്കും ഇത് സേവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഇനി നമ്മൾ ദിസ് PC തുറക്കാം. ദിസ് PC തുറന്നിട്ട് ഇതിനകത്ത് നമുക്കിത് ആ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഇപ്പോൾ സേവ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം. ഇത് 2 വരാനുള്ള കാരണം ഒന്ന് ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഇതായിരിക്കും ആ ഫോട്ടോ. ഇതാണ് നമ്മുടെ ഫോട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഫോട്ടോ കൂടി വെറുതെ ഒന്ന് സേവ് ചെയ്ത് നോക്കാം. ഈ ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ പിക്ചേഴ്സ് സെലക്ട് ചെയ്തു. ദെൻ സെലക്ട് ഫോൾഡർ അടിച്ചു. അതിനുശേഷം ദിസ് PC തുറന്നു. പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ തുറന്നു. അതിനകത്ത് ഇതാ ഫോട്ടോ. ഇതൊരു 2.1 മെഗാപിക്സലുള്ള ഒരു ക്യാമറയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇനിയിപ്പോൾ നമുക്കിതൊരു PDF ആയിട്ട് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇതവിടെ നമുക്ക് പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുക. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ പേര്. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊരു പേപ്പറിനകത്തേക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ പ്രിൻ്ററൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഓപ്ഷൻസ് ഇവിടെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്ററിൻ്റെ പേര് സെലക്ട് ചെയ്ത് പ്രിൻ്റ് നടിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിത് PDF ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ മൈക്രോസോഫ്റ്റ് പ്രിൻ്റ് ടു PDF എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഏതെങ്കിലും PDF റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ, ഇപ്പോൾ അഡോബിയുടെ ആക്രോബാറ്റോ അതും അല്ലെങ്കിൽ ഫോക്സിറ്റ് ഫാൻഡം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറോ അങ്ങനെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ PDF കൺവേർട്ടർ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. പ്രിൻ്റ് ടു PDF സെലക്ട് ചെയ്യാം.
അതിനുശേഷം ഇതിൻ്റെ പോർട്രേറ്റ് അതിൽ ഓറിയൻറ്റേഷനൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. കളർ വേണമെങ്കിൽ കളറ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഏതാ വേണ്ട വെച്ചാൽ സെലക്ട് ചെയ്യുക. മോർ സെറ്റിങ്സിൽ നമുക്ക് ഇതിൻ്റെ പേപ്പർ സൈസ് A4 വേണമെങ്കിൽ A4, A5 വേണമെങ്കിൽ A5 ഒക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിനുശേഷം ഇതിൻ്റെ മാർജിൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെയിലിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മളിവിടെ പ്രിൻറ്റ് നടിക്കാം. ഓക്കെ. ഇത് PDF ആയിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഇതിൻ്റെ ഫയൽ നെയിം ചോദിക്കും. ഓക്കെ. ഫയൽ നെയിം ഞാനിവിടെ എന്ത് കൊടുക്കുന്നു? ഇപ്പോൾ PDF1 എന്ന് കൊടുത്തു. PDF1. ഓക്കെ. ഞാനിത് സേവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിലാണ്. ഡോക്യുമെൻറ്റ്സ് എടുത്തു. അതിനുശേഷം സേവ് നടിച്ചു. ഇനി നമ്മൾ ദിസ് PC തുറക്കുക. അതിനുശേഷം ഇവിടെ സൈഡിൽ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ PDF ഫയലായിട്ട് ഇതിനകത്തേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു വീഡിയോ ഒക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിലോ, വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇതവിടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ മോഡിലേക്ക് പോവാം. ഓക്കെ. അതിനുശേഷം വീണ്ടും ഇത് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ പറയുന്നത്, അതായത് എൻ്റെ മൈക്കിലൂടെയുള്ള എൻ്റെ വോയിസ് കൂടി കേൾക്കണമെങ്കിൽ ഇതാ ഇവിടെ ഇത് ഓണാക്കി വെക്കണം. വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. ഓക്കെ. വേണമെങ്കിൽ ഇത് ടിക്കറ്റ് കൊടുക്കാം കേട്ടോ. ഓക്കെ. മനസ്സിലായില്ലേ ഇത്? ഇനി അടുത്ത ഇവിടെ റെക്കോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ് ആരംഭിക്കും. ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ടായി. ഇവിടെ കണ്ടില്ലേ ടൈം ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, 3, 4, 5 ടൈം പോകുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താവുന്നുണ്ട്? റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഗാലറി എടുക്കാം. ഗാലറി എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കൂ. ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ടായി. ഇപ്പോൾ കണ്ടില്ലേ ടൈം ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, 3, 4, 5 ടൈം പോകുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താവുന്നുണ്ട്? റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ. ഞാൻ സ്റ്റോപ്പ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ. അതോടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏതെടുക്കാം? വീഡിയോസ് എന്നുള്ളത് എടുക്കും. വീഡിയോസിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക? സെലക്ട് ഫോൾഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫയൽ നെയിം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പേര് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ PDF ആയിട്ടാണ് സേവ് ചെയ്യുന്നതെങ്കിൽ, അത് PDF ആയിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫയൽ നെയിം ചോദിക്കും. ഓക്കെ. എവിടെ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. 2 കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള സെറ്റിങ്സ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു Windows 10 യൂസർ ആണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ. കാരണം Windows 10 തന്നെ ക്യാമറയുടെ ആപ്പ് അവൈലബിൾ ആണ്. ചിലപ്പോൾ നമ്മൾ Windows 7 അല്ലെങ്കിൽ Windows XP ഓക്കെ, അതും അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാമറ ആപ്പ് അവൈലബിൾ ആയിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ഗൂഗിൾ ക്രോമിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഞാൻ മറുപടി തരും. അതുപോലെ തന്നെ ബി ആൻ എക്സ്പേർട്ടിൻ്റെ ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ബി ആൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.